കേരളത്തിൽ വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. അതിൻ്റെ നിരോധനം 2022 തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ നിരോധനം മാറ്റണമെന്നാവശ്യപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസ് നടത്തുകയാണല്ലോ. ആ കേസിൻ്റെ വിധി എങ്ങനെയായിരിക്കും? അത് ജൂലൈ 14 ആ കേസ് വീണ്ടും വരികയാണല്ലോ കോടതിക്ക് മുന്നിൽ. അതെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു വിധ്വംസക സംഘടനയാണ്, രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. അവർ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം. നിരവധി കൂട്ടക്കൊലകൾ, കൊലപാതകങ്ങൾ, അല്ലേ, അതിഭീകരമായ കൊലപാതകങ്ങൾ നടത്തുക, അതുപോലെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുക, പരസ്യമായിട്ട് വെല്ലുവിളിക്കുക, രാജ്യത്തെ സംവിധാനത്തെ പരസ്യമായി വെല്ലുവിളിക്കുക, ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ട് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആ പോപ്പുലർ ഫ്രണ്ടിനെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചു. അത് UAPA ആക്ട് ചുമത്തി അതിൻ്റെ പ്രധാന നേതാക്കളെല്ലാം ജയിലിലടച്ചു. വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യം ട്രൈബ്യൂണലിൽ പോയി, UAPA ട്രൈബ്യൂണലിൽ പോയി. 2023 ട്രൈബ്യൂണലിൻ്റെ വിധി വന്നു. അത് നിങ്ങളുടെ നിരോധനം നീക്കാൻ സാധിക്കില്ല, കേന്ദ്ര സർക്കാർ ചെയ്തതാണ് ശരി എന്ന വിധി ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ചു. ട്രൈബ്യൂണലിൻ്റെ വിധിക്കെതിരെയാണ് അവർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിലും കേസ് നടക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ജാമ്യം കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കേസുകൾ വിവിധ കോടതികളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ജൂലൈ 14 തൊട്ട് ഇവരുടെ ഹർജിയിന്മേൽ വാദം കേൾക്കാൻ ആരംഭിക്കുകയാണ്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കോടതി കൃത്യമായി തന്നെ ഈ സംഘടന നിരോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട നടപടി ഇവർക്കെതിരായുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു വികാരത്തിന്റെ പേരിൽ, പ്രത്യേകിച്ച് RSS BJP നേതാക്കളെയാണ് ഇവർ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയത്. ഹിന്ദുക്കൾക്കെതിരായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ മുഴുവൻ. എന്നിട്ടൊരു ആവേശത്തിന്റെ പേരിൽ അങ്ങനെ നിരോധിക്കാതെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയും ഇവരുടെ ഭീകരവാദ തെളിവുകൾ ശേഖരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നിരോധനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഇത്തരം സംഭവങ്ങൾ നിരോധനം കൂടുതൽ കാലം നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ സിമിയെ നിരോധിച്ചതുപോലെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെയും ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചത്. അത് ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്തതല്ല, മറിച്ച് ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2 വർഷത്തോളം എടുത്ത് ഇവരുടെ മുഴുവൻ നീക്കങ്ങളും പഠിച്ച് തെളിവുകളെല്ലാം ശേഖരിച്ച് ഇവരെ വിദേശത്ത് ആരെയൊക്കെ ബന്ധപ്പെടുന്നു, വിദേശത്തുനിന്ന് എങ്ങനെയൊക്കെ ഇവർക്ക് പണം വരുന്നു, അത് ഏതൊക്കെ അക്കൗണ്ടുകളിലൂടെയാണ് വരുന്നത് തുടങ്ങിയ വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും, അത്യന്തം ഗോപ്യമായി രഹസ്യമായി അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കി വളരെ കൃത്യമായിട്ട് എല്ലാ പഴുതുകളും അടച്ചാണ് കേന്ദ്ര സർക്കാർ അവരെ നിരോധിച്ചത്. സമാനമായ രീതിയിൽ തന്നെയാണ് പണ്ട് സിമിയെ നിരോധിച്ചത്. സിമി വലിയ പ്രതിഷേധമുയർത്തി കോടതികളിലൊക്കെ പോയി, സുപ്രീം കോടതി വരെ പോയി. പക്ഷേ സുപ്രീം കോടതി പോലും സിമിയുടെ നിരോധനം ശരിവെക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയായിരിക്കും പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് കരുതാം. പോപ്പുലർ ഫ്രണ്ടിനെ ഒരു കാരണവശാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം നീക്കാൻ കോടതികൾ തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കേന്ദ്ര സർക്കാർ ശേഖരിച്ച തെളിവുകൾ അത്ര ശക്തമാണ്. വിദേശ ബന്ധം, വിദേശത്തു നിന്നുള്ള ഫണ്ടിങ്, അതുപോലെ ഈ ആൾക്കാരെ പരിശീലിപ്പിക്കുന്നത്, മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നത്, ഇതൊക്കെ ഒരർത്ഥം പറഞ്ഞാൽ രാജ്യത്തിനെതിരായ യുദ്ധമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരായ, രാജ്യത്തിൻ്റെ സമാധാനത്തിനും അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഒക്കെ എതിരായ നീക്കങ്ങളാണ്, അല്ലെങ്കിൽ അതിനുള്ള സംഘർഷങ്ങളാണ് അവർ നടത്തുന്നത്. അത് നടത്താൻ വേണ്ടുന്ന പരിശീലനം നേടിയിരിക്കുന്നത്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴുതടച്ച് അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും മനസ്സിലാക്കി കെട്ടേണ്ടതെല്ലാം കെട്ടി ഒരു തരത്തിലും ഒരു ലൂപ്പ് ഹോളും ഇടാതെ കേന്ദ്ര സർക്കാർ ഇവരെ പൂട്ടുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രൈബ്യൂണലിൽ ആ നിരോധനം ശരിവെച്ചത്. ഡൽഹി ഹൈക്കോടതിയും ട്രൈബ്യൂണലിൻ്റെ വിധി ശരിവയ്ക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുമ്പോൾ 2047 തന്നെ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നടത്തിയതായാണ് ഈ കേന്ദ്ര സർക്കാർ അടക്കമുള്ള ഈ അന്വേഷണ സംഘങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അതെ, ഏതാണ്ട് ഇതിപ്പോൾ 2025 2005-6 ആ കാലത്ത് തന്നെ, ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പാക് ചാരസംഘടനയായ ISIയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് കറാച്ചി പ്രോജക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ഈ കറാച്ചി പ്രോജക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ മിഷൻ 2047 എന്നൊരു ലക്ഷ്യം അവർക്കുണ്ട്. ഈ മിഷൻ 2047 സാധിക്കാൻ വേണ്ടിയിട്ടാണ് കറാച്ചി പ്രോജക്റ്റ്. അത് ഇന്ത്യയെ 3 കഷ്ണമാക്കുക,
ഗ്രേറ്റർ പാകിസ്ഥാൻ, മുഗളസ്ഥാൻ, മാപ്പിളസ്ഥാൻ, ഇങ്ങനെ ഇന്ത്യയെ 3 കഷ്ണങ്ങളാക്കി ഇന്നത്തെ നമ്മുടെ പടിഞ്ഞാറൻ പാകിസ്ഥാനും കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങളും ഒക്കെ കൂടെ ചേർന്ന് വരുന്ന ഒരു ഗ്രേറ്റർ പാകിസ്ഥാൻ, അതുപോലെ ഇന്ത്യയുടെ നടുക്കുള്ള ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന് ബംഗ്ലാദേശ് വരെ ചേർത്തുകൊണ്ട് മുഗളസ്ഥാൻ, ഈ സൗത്ത് ഇന്ത്യയിലെ ദക്ഷിണ ഭാരതത്തിലെ 4 സ്റ്റേറ്റുകൾ ചേർത്തുകൊണ്ട് മാപ്പിളസ്ഥാൻ. ഇതാണ് പാകിസ്ഥാൻ ISI രൂപകൽപ്പന ചെയ്ത പദ്ധതി, ആ മിഷൻ 2047. അതിനുവേണ്ടി അവർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കറാച്ചി പ്രോജക്റ്റ്. ഈ കറാച്ചി പ്രോജക്റ്റ് കൃത്യമായിട്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തിരിച്ചറിയുകയും ആ പ്രോജക്റ്റുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ് ഈ NDF-ഉം പോപ്പുലർ ഫ്രണ്ടും ഒക്കെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ മുന്നോട്ട് പോയത്. അത് കൃത്യമായിട്ട് മോദി സർക്കാർ വന്നപ്പോൾ കുറെ കൂടി വേഗത്തിൽ കാര്യങ്ങൾ നടന്നു, അവർക്ക് നേരെ നിരോധനം വന്നു. ഈ നിരോധനം വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മനസ്സിലായി മിഷൻ 2047 വേണ്ടത്ര വിജയിക്കില്ല. കാരണം അതിനുവേണ്ടി അവർ നടത്തിയ പല പദ്ധതികൾ, ഈ മുംബൈ അറ്റാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടത്ര വിജയിക്കാൻ പറ്റിയില്ല. പല സ്ഫോടനങ്ങളും അവർ ആസൂത്രണം ചെയ്തു. 2014 അതൊക്കെ അവസാനിച്ചെങ്കിലും ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്കറിയാം മിഷൻ 2047 വിജയിപ്പിച്ചെടുക്കുക അത്ര എളുപ്പമല്ല, ആ ലക്ഷ്യം സാധിക്കുക എളുപ്പമല്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ കറാച്ചി പ്രോജക്റ്റിൽ നിന്ന് ഒരല്പം വ്യതിചലിച്ച് ഈ പറഞ്ഞതുപോലെ കേരളമടക്കമുള്ള 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ നിന്ന്, ഭാരതത്തിൽ നിന്ന് വെട്ടിമുറിച്ച് മറ്റൊരു വിഭജനം കൂടി അവർ ആസൂത്രണം ചെയ്തു. പക്ഷേ അതും വേണ്ടതുപോലെ വിജയിച്ചിട്ടില്ല. ഈ പല പദ്ധതികൾ, കട്ടിംഗ് സൗത്ത് ഒക്കെ പോലെയുള്ള പല പദ്ധതികൾ അവർ ആവിഷ്കരിച്ച് നോക്കിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല. രാജ്യത്തെ സാധാരണ ജനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിനെല്ലാം തെളിവ് സഹിതം കാര്യങ്ങൾ, വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമുണ്ട്. അത് ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാർ ഇവരെ കൃത്യമായിട്ട് നിരോധിക്കുകയും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. ഇപ്പോഴിതാ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് SDPI, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന. അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നിരോധിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയും മറ്റു കാര്യങ്ങളും വേണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരെ ഒഴിവാക്കി ബാക്കി എല്ലാ സംഘടനകളെയും, പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട അവരുടെ മനുഷ്യാവകാശ സംഘടന, അവരുടെ വിദ്യാർത്ഥി വിഭാഗം, അവരുടെ വനിതാ വിഭാഗം, ഇതെല്ലാം വിമൻസ് ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട്, ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചു. നിരോധിക്കാതെ വിട്ടത് SDPI മാത്രമാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എങ്കിലും അവർ അതിസൂക്ഷ്മമായ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ദേശീയ പ്രസിഡന്റിനെ അതെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൻ്റെ ദേശീയ പ്രസിഡന്റിനെ, മലയാളിയായ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം അദ്ദേഹം പ്രസംഗിക്കുന്നു, എന്താ, അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞു, രാജ്യത്തെ മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഇന്ത്യയുടെ പൗരന്മാർ തന്നെയാണ്, നിങ്ങളൊരു കാരണവശാലും ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല, നിങ്ങളെ പീഡിപ്പിക്കില്ല എന്നൊക്കെ അമിത്ഷാ പ്രസംഗിച്ചിരുന്നു. അതിന് മറുപടിയായിട്ട് ഈ SDPIയുടെ നേതാവ് പറഞ്ഞത്, മുസ്ലിങ്ങളോടല്ല നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറയേണ്ടത്, നിങ്ങളാണ് ഭയപ്പെടാൻ പോകുന്നത്, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തും എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നെ മുസ്ലിങ്ങളെ ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ വരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്. അതിൻ്റെ അടുത്ത ദിവസം തന്നെ പൊക്കി അകത്തിട്ടു. എന്തായാലും ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടില്ല, പുറത്തിറങ്ങിയിട്ടില്ല. കള്ളപ്പണം വെളുപ്പിച്ചത്, അതുപോലെ വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിച്ചത്. ജയിലിലായതുകൊണ്ട് ആരെയും ഭയപ്പെടേണ്ട, അവിടെ സ്വസ്ഥമായിട്ട് കഴിയാം, 3 നേരം ആഹാരം കിട്ടും. ഇവർക്കൊക്കെ സുഖമാണെന്നേ. ജയിലിലിപ്പം പഴയ പോലെ ഒന്നുമല്ല, നല്ല മെനു ആണ്, നന്നായിട്ട് ഭക്ഷണം കിട്ടും, അതും കഴിച്ച് അവിടെ സുഖമായിട്ടിരിക്കാം. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ അഖിലേന്ത്യാ നേതാവ്, എനിക്ക് ക്യാൻസറാണ്, ചികിത്സിക്കണം, വീട്ടിൽ പോകണം, ജാമ്യം തരണം എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി പോയതാണ്. കോടതി പറഞ്ഞു വേണ്ട, ജയിലിൽ കഴിഞ്ഞാൽ മതി, ഡോക്ടർ അവിടെ വന്ന് ചികിത്സിച്ചോളും എന്നാണ് കോടതി പോലും, സുപ്രീം കോടതി പോലും. അതെ അതെ, അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചോ, വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ എന്ന് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടാണ് മുദ്രാവാക്യം വിളിപ്പിച്ചത്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ എന്തുമാത്രം കളങ്കമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ. എന്തായാലും കേന്ദ്ര സർക്കാർ വളരെ കർശനമായ നടപടികളാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ കോടതിയിലും ട്രൈബ്യൂണലിൽ എങ്ങനെയാണോ ഇതിൻ്റെ വാദമുഖങ്ങൾ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത്, അതുപോലെ അത് ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ തുടരും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വളരെ കൃത്യമായിട്ട് അതിനുശേഷം, ഈ നിരോധിച്ചതിന് ശേഷം ഇവർ നടത്തിയ പല വിധ്വംസക പ്രവർത്തനങ്ങളും അതിൻ്റെ തെളിവുകളും ഒക്കെ കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുണ്ട്.
എന്തായാലും ഈ നിരോധനം ഉടനെ അങ്ങ് നീങ്ങും എന്ന് പ്രതീക്ഷിക്കേണ്ട. സിമി നിരോധിച്ചിട്ട് തന്നെ എത്ര വർഷമായി, 1/4 നൂറ്റാണ്ടിലധികമായി കഴിഞ്ഞു. ആ സിമിയുടെ നിരോധനം ഇതുവരെ മാറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. പഴയ സിമിക്കാരെല്ലാം കൂടെ ചേർന്നാണ് പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ചത്. നമുക്കറിയാം NDF-ഉം പോപ്പുലർ ഫ്രണ്ടും ഒക്കെ രൂപീകരിച്ചത് അങ്ങനെയാണ്. പക്ഷേ ആ സിമിക്കുണ്ടായ അതേ ഗതി തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം.